ഇതിനകത്ത് മറ്റേ വട്ടം കറങ്ങും. പിന്നെ ജെയിൻ ടി വി. സോ നമ്മളിന്ന് കരിയാട്ടം എക്സ്പോ 2025 അതിൻ്റെ മീറ്റപ്പിന്, അതായത് ഇൻഫ്ലുവൻസ് മീറ്റപ്പിന് വന്നേക്കുവാണ്. സോ ഇത് നമ്മൾ കുട്ടീസ് റെസിഡൻസിയിലാണ് വന്നത്. കുട്ടീസ് ഇൻഫ്ലുവൻസ് മീറ്റിംഗ് 3rd floor. ഇവിടിപ്പം ആരൊക്കെ വന്നിരിക്കും, എന്തൊക്കെ സംസാരിക്കും. വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനും ഇല്ലാതാണ് ഞാൻ ആ ഒരു ഹാളിൽ ചെന്നിരിക്കുന്നത്. കാരണം ഞാനൊരു ഇൻഫ്ലുവൻസർ ആണെന്ന് സ്വന്തമായിട്ട് പോലും ഒരു ധാരണയില്ല. ഇത്രയും നാളിൽ ഒരു വ്ളോഗൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു ശ്രീ KU ജനീഷ് കുമാർ എൻ്റെ മുന്നിലേക്ക് വരുന്നത്. കൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രശസ്തിയിലേക്ക് കരിയാട്ടത്തെ എത്തിക്കുക എന്നുള്ള ഒരു രീതിയിൽ ആളുകൾക്ക് ഒരു ആകർഷണം എന്തായാലും ഉണ്ടാവും. നമ്മുടെ എന്താണ് നടക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ അത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ പുലികളിയെക്കാട്ടിലും നല്ല നിലയിലാണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ മഴയായതുകൊണ്ട് മേളവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. പിന്നീട് നല്ല പങ്കാളിത്തവും എല്ലാം ഉണ്ടല്ലോ. നമ്മുടെ കോന്നിയുടെ പേര് ലോകത്തെ മുഴുവൻ ഉപയോഗിക്കുന്ന നിലയിലേക്ക് ഉള്ള ഒരു പരിപാടി ആക്കി മാറ്റണം. അതിന് നിങ്ങളുടെ സഹായമാണ് ആദ്യം വേണ്ടത്. ഇപ്പോൾ ഒരു ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു, ഇത്രയും ദിവസം ഇല്ലാത്തൊരു ഉത്തരവാദിത്വം എനിക്ക് തോന്നുന്നു. ആ ഉത്തരവാദിത്വം എൻ്റെ 100% എഫോർട്ട് ഞാൻ ഇട്ട് ചെയ്യുമെന്ന് ഞാൻ ഈ മൊമെൻറ്റിൽ ഞാൻ സത്യം ചെയ്യുന്നു. ഇത് സത്യവും സത്യവും സത്യവും. ഇത് സത്യവും ഇത് സത്യവും 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 സത്യവും. ചായ കുടിച്ചിട്ട് ചെയ്യാൻ പോകണം. ചായ നാരങ്ങ വെള്ളം. ഞാനൊരു കിടിലം ഫോട്ടോ എടുത്തു. പക്ഷെ ഫോട്ടോ ഞാൻ കണ്ടാണ് എന്തെങ്കിലും പിള്ളേരെ കൊടുക്കും എല്ലാവരും. സോ നമുക്കിനി അടുത്തൊരു ഇൻഫ്ലുവൻസറാക്കാം. ഹൂസ് ദി ഇൻഫ്ലുവൻസർ? ആരാണ് ഇൻഫ്ലുവൻസർ? അഖിൽ പങ്കജ്. എങ്ങനെയുണ്ട് പറ, കരിയാട്ടത്തെ പറ്റി 2 വാക്ക് പറ. കരിയാട്ടം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പുലികളി കഴിഞ്ഞാൽ പിന്നെ ആനക്കളി കോന്നിയിലേ ഉള്ളൂ. ഓക്കെ. എന്ന് പറഞ്ഞാൽ ഒരുപാട് മെയിനായിട്ട് ഇത് വേടം വരെ പങ്കെടുക്കാൻ നമ്മൾ ആദ്യമായിട്ട് കാണും. വേടം നമ്മൾ ആദ്യമായിട്ട് അതുപോലെ തന്നെ പ്രൊജക്ട് മലബാർ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഫേമസ് ഒരു ബാൻഡാണ്. പ്രൊജക്ട് മലബാർ ഗസ്റ്റ് കോന്നിയുടെ മണ്ണിലും ഈ ഒരു പത്തനംതിട്ട സൈഡിലും ആദ്യമായിട്ടാണ് വരുന്നത്. തിരുവല്ലയിലെ പ്രോഗ്രാം ഉണ്ടെങ്കിലും പത്തനംതിട്ട ഇത്ര നിയറസ്റ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം വരുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ ജാസിഫിൻ്റെ പ്രോഗ്രാം, അതുപോലെ തന്നെ കലാമണിയുടെ സ്വന്തമായിരുന്നു RMB രാധാകൃഷ്ണൻ, രാമകൃഷ്ണൻ അങ്ങനെയുള്ള ഓരോരുത്തരുടെ പരിപാടി. അതിൻ്റെ പേരെന്നായിരുന്നു? സൂര്യ എഫക്ട്സ്. സൂര്യ എഫക്ട്സ്. എഡിറ്ററാണ്. അതാണ് വേടൻ്റെ എൻ്റെ സിത്താരയുടെ ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നതാണ്. താങ്ക് യു ബ്രോ. ഇനി അടുത്തൊരു ഇൻഫ്ലുവൻസറെ നമുക്ക് കാണാം. അടുത്ത ഇൻഫ്ലുവൻസർ നെക്സ്റ്റ് ഇൻഫ്ലുവൻസർ ഏതാണെന്നറിയോ? കാണിച്ചു തരാം. കയറി വേടാ, നീ കയറി വേടാ, നീ കയറി വാ. നയിക്കുന്നില്ല, നയിക്കൂല. ഓപ്പൺ ഹാളല്ലേ? കേൾക്കുന്നില്ലേ?
പറ കരിയാട്ടത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? കരിയാട്ടം കൊടിയായിരിക്കും. എന്താണ് കരിയാട്ടം കൊടിയേറാൻ പോകുന്നത്? നമ്മളവിടെ കാണും, പൊളിക്കും. ഇനിയുള്ള എത്ര 10 ദിവസം നമ്മൾ പൊളിക്കും. വീഡിയോ വരും. ഞാൻ ഡെയിലി വ്ലോഗ് ഉണ്ട്, അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ കാണുന്നതായിരിക്കും. മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഇവൻ്റെ ഒരു റീല് എനിക്ക് ഷെയർ ചെയ്തിട്ട് പറഞ്ഞു, നിന്നെപ്പോഴൊരു വാങ്ങും ഇപ്പം ഞാൻ അവിടെ ഇതൊക്കെ അറിയോ, ഇത് കിഴങ്ങല്ല, മനസ്സിലായോ? ഇത് കിഴങ്ങല്ല, മനസ്സിലായോ? സോ അങ്ങനെ ഇതാണ് നമുക്ക് വഴി കാണിച്ചു തന്ന ചേട്ടൻ. നമ്മുടെ ഒരു കേട്ടോ വഴി കാണിച്ചു തന്ന ലിഫ്റ്റ് വഴി കാണിച്ചു തന്നെ ചേട്ടൻ്റെ പേര് തീർന്നു. അജാസ് എ ഉണ്ട്, എ ഉണ്ട്. അജാസ് ഇത് പറയാനുള്ളത് തീർന്നു. സിത്താരയുടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് പ്രൊജക്ട് മലബാർ ബാങ്ക്. അതാ സിത്താരയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തവണ വന്നു കഴിഞ്ഞാൽ 10 തവണ വരും. അതാണ് ഒരു സെറ്റപ്പ്. കൊട്ടാരക്കര വന്ന ആ വൈബ് ഇവിടെ ഒന്നിലും ഉണ്ടാവും. ബ്രോ പേരുണ്ടായിരുന്നു? രഞ്ജിത്ത്. ട്രാവൽ ബ്ലോഗ്. ഇവിടെ വന്ന് എങ്ങനെയുണ്ട്? അടിപൊളി. നേരത്തെ കഴിഞ്ഞ വർഷം വന്നായിരുന്നു? ഈ വർഷം ആദ്യം. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അപ്പം വീഡിയോസൊക്കെ കണ്ടിട്ട് കാണുമല്ലോ. അപ്പോൾ എങ്ങനെ എല്ലാവരും വരിക. പേര് രഞ്ജിത്ത്. ഹലോ ഹായ്. അതാ മൈൻഡ് മനസ്സിലായി. ചേട്ടാ വാട്ടാ. കരിയാട്ടത്തെ പറ്റി എന്താണ്? കരിയാട്ടം കോന്നിയുടെ ഒരു അടിപൊളി ആഘോഷമാണ്. നമുക്ക് അടിപൊളിയാക്കണം കരിയാട്ടം, അല്ലേ? കോന്നിയുടെ പൈതൃകത്തെ വിളിച്ചു വന്ന ഒരു വലിയൊരു കലാപരിപാടിയാണ് കരിയാട്ടം എന്ന് പറയുന്നത്. കാരണം അത് കോന്നിയുടെ മാറ്റ് എന്നും ലോക ജനതയെ തന്നെ അറിയിക്കാൻ വേണ്ടി മുതൽക്കൂട്ട് കരിയാട്ടം വന്നായിരുന്നു. അപ്പൊ നമ്മൾ കരിയാട്ടം ഈ ഓണത്തിന് അടിച്ച് പൊളിക്കണം. ഞാൻ കണ്ടായിരുന്നു ഇതിവിടെ ഇത് ഞാൻ യൂട്യൂബിൽ അത്യാവശ്യം പ്രൊഫഷണൽ വ്ളോഗ് ചെയ്യുന്നു. കാണാറുണ്ട്. നമ്മളെപ്പോഴും മെസ്സേജ് അയക്കുന്നു. അതിനെക്കുറിച്ച് സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച് നമുക്ക് പാസ് വെച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചർച്ച ചെയ്യണമെന്നുണ്ട്. സിത്താരയുടെ വേണത്തെ പരിപാടി നമ്മൾ കൂടാതെ വേറെ ലാംഗ്വേജൊക്കെ ഉണ്ട്. അവരെ വെച്ചുകൊണ്ട് സെറ്റായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കോന്നിയിൽ വന്ന് പരിപാടി ആദ്യ വീഡിയോ ഇറക്കി 50 കയറിയായിരുന്നു. നമ്മളവിടെ നല്ല ഇതുണ്ട്. കാരണം എനിക്ക് വന്നതിന് ശേഷം പിന്നെ കയറുന്ന എനിക്ക് അറിയാൻ പറ്റും. പിന്നെ കുറേയൊക്കെ തന്നെ ഈ സോ ഗൈസ്, ഇതാണ് കരിയാട്ടത്തിൻ്റെ കവാടം. ഇതുവഴിയാണ് നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയത്. ഇതാണ് മെയിൻ ഹാൾ. അതായത് മറ്റേ ഒരു എക്സിബിഷൻ്റെ സാധനങ്ങളൊക്കെ വെക്കത്തില്ലേ. പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. അയ്യ വെയിറ്റ് ചെയ്യ് കാണിക്കാം. നല്ല മഴ പെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ജെയിൻ വീൽ. ദാറ്റ് വാസ് ദ ജെയിൻ വീൽ. ആൻഡ് ഒരുപാട് സംഭവ വികാസങ്ങൾ. അവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അപ്പുറത്ത്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. മഴ ആയതുകൊണ്ടാണ് നമ്മൾ ഷോകം അടിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഹാളിലാണ് ഈ വേടൻ്റെയും അവരുടെയൊക്കെ പരിപാടിയൊക്കെ നടക്കുന്ന ഹാളിലാണ്. ഇതിനകത്ത് മറ്റേ എക്സിബിഷൻ പരിപാടികൾ നമുക്ക് റഫായിട്ടൊന്ന് എല്ലാം ഒന്ന് ഓടിച്ച് കാണിച്ചു വിടാം. നമുക്കിനിയും ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിനകത്ത് നമ്മളിത് മൊത്തം കാണിക്കുന്നതായിരിക്കും. അതെ, നിങ്ങൾക്ക് ലൈൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവളെ ഇവിടെ വിളിച്ചുകൊണ്ട് വരിക. ശേഷം വല്ല കമ്മലോ എന്തുവാ പൊട്ടോ ഇത് അഥവാ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ വരാവുന്ന സ്ഥലമാണ് ഇതൊക്കെ.
സോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് വാച്ചുകൾ ചേട്ടാ സമയം എത്രയായി? അപ്പോൾ അങ്ങനെ കേട്ടില്ല. എനിക്ക് മറ്റേ പാസ് പഠിക്കാൻ ബുക്ക് സ്റ്റാൾ. പക്ഷേ ബുക്ക് സ്റ്റാളിലൂടെ എല്ലാം സെറ്റാണ്. ബുക്ക് സ്റ്റാളാണ് ഇവിടെ. ബുക്ക് സ്റ്റാൾ, ബാഗിൻ്റെ കട, ചെരുപ്പ്. ഇപ്പം ഗീവ് കൊടുക്കുന്നുണ്ട്. VIP ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അയാളെ പുള്ളി തരണം. അതെ, തരുമെന്നാ പറഞ്ഞു. ആ നമ്മൾ ചലഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചലഞ്ച് വിജയിക്കുന്ന ആളുകൾക്ക് VIP ടിക്കറ്റ് നമ്മൾ കൊടുക്കും. VIP ടിക്കറ്റ് കൊടുക്കുമ്പോൾ VIP ആയിട്ട് വന്ന് എന്ത് ചെയ്യും? പരിപാടിയാണ്. VIP ആയിട്ട് ചന്ദനത്തേക്കുകൾ വീട്ടിൽ ചന്ദനത്തോപ്പ് കൃഷി ചെയ്ത് വികസിപ്പിച്ച് അതിൽ നിന്നും മരം വെട്ടി പോലീസ് ബട്ട് ബ്രോ കാശുകാരനാവൂ. അതെ, സെറ്റാണ്. യോ ബ്രോ സോ ടഫ്. എടാ കുതിര, എല്ലാം ചിരട്ടയും കൊണ്ടുണ്ടാക്കി. ഇത് ചേരട്ടെ മൊത്തം. കുതിരയുണ്ട്, ഗണപതി ഉണ്ട്. ഇവിടാണ് വേടനൊക്കെ വരാൻ പോകുന്ന സ്ഥലം. അതായത് മൊത്തം വലിയൊരു ഹാളാണ്. ഹാളിനടുത്ത് ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കരിയാട്ടത്തിൻ്റെ ആനകൾ, എലിഫന്റ്, ആകാശൂഞ്ഞാൻ്റെ തലയൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ഹെഡ്. ഇത് ദങ്ങിട് ദിങ്ങിട് ദിങ്ങിട് തങ്ങിട് ഇങ്ങനെ ആടും, ഇങ്ങനെ ആടും. മനസ്സിലായി? ഇതിനകത്ത് മറ്റേ വട്ടം കറങ്ങും. പിന്നെ ജെയിൻറ്റ് വീൽ. സോ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു സാധനം നമുക്ക് കിട്ടി. കഴിഞ്ഞ വർഷം വെറും ഒരു കാഴ്ചക്കാരൻ എന്ന രീതിയിൽ വന്നിട്ട് പോയ ഞാൻ ഈ വർഷം ഇങ്ങനൊരു ബാഡ്ജ് കിട്ടി ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഇനി വീട്ടിലോട്ട് പോകാം. ഇനിയിപ്പോൾ നാളെ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാം. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോ. ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു കോന്നി കരിയാട്ടം ടീം. നമ്മൾ വളരെ ചെറിയൊരു വ്ളോഗ് എന്നുള്ള രീതിയിൽ തുടങ്ങിയപ്പോൾ അവരതിനെ കണ്ട് കൃത്യമായിട്ട് എന്നെ വിളിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് നൈസായിട്ട് വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ കുറച്ച് പരിപാടിയാണ് എന്നുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞു. അപ്പം അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ ഈ ബാഡ്ജ് എനിക്ക് കിട്ടി. ഈ ബാഡ്ജ് കഴിഞ്ഞ വർഷം, അതെ, ഭയങ്കര സന്തോഷമുണ്ട്.